ഇന്നത്തെ എൻ്റെ സാമ്പാറാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പരിപ്പ് ഇട്ട് കൊടുത്ത് ഞാനത് വേവിക്കാൻ വെക്കുകയാണ് വെള്ളമൊഴിച്ച്. അപ്പോൾ അതായി വരട്ടെ. അപ്പോൾ പരിപ്പായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാ കഷ്ണങ്ങളും കുറേ കഷ്ണങ്ങളിടും ഞാൻ സാമ്പാറിൽ. കാരണം ഇതൊക്കെ എൻ്റെ അപ്പൂന് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിലെല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. തക്കാളി, എല്ലാത്തരം കഷ്ണങ്ങളും, മത്തങ്ങ, കുമ്പളങ്ങ, ഉരുളൻകിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, വഴുതിനങ്ങ, കൈപ്പക്കായ, ഇതൊക്കെ ഒന്നും വെറുതെ കൊടുത്താൽ കഴിക്കില്ല. അപ്പം ഇങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ സാമ്പാറിലിടുമ്പോൾ ആ പുളിയൊക്കെ പിടിച്ചിട്ട് ആ കഷ്ണങ്ങൾ വലിയ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ്. വെള്ളമൊഴിച്ച് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ അതിൽ ഞാൻ മുരിങ്ങക്കായും വെണ്ടക്കായും ഇട്ടിട്ടില്ലേ, അപ്പോൾ അത് മറന്നുപോയിടാൻ. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പലിട്ടു, വെണ്ടക്കായ മുരിങ്ങക്കായും കൂടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. പെട്ടെന്ന് അത് വെന്ത് വന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ചോട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നതോടുകൂടി നമുക്ക് 1 സ്പൂണ് കടലപ്പരിപ്പും 1 സ്പൂൺ ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നത് നമുക്കത് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, 1 സ്പൂൺ ഉലുവപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേപ്പിലയും കൂടി ഇട്ട് നമുക്കത് എടുക്കാം. അപ്പോൾ അതിൽ പുളിയൊക്കെ പിഴിഞ്ഞിട്ടുള്ള കേട്ടോ ഞാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സ്വല്പം ഉപ്പ് കുറവാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ ടേസ്റ്റി സാമ്പാർ